നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ, നമ്മൾ വേണം, ഞാൻ നോൺ വെജ് കഴിക്കുമ്പോൾ, അവിടെ നമ്മളെന്തിനാന്ന് മനസ്സിലായില്ല. അങ്ങനെ എന്നെ കൂട്ടണ്ട. ഞാൻ നോൺ വെജ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ നോൺ വെജ് കഴിക്കുമ്പോൾ. എന്താണ്? അല്ലെങ്കിൽ ഇത് കോഴിക്കോട്ടുകാർ എഴുതിയതായിരിക്കണം. കോഴിക്കോടാവുമ്പോൾ പിന്നെ നമ്മൾ എന്നാ പറയുക, ഞാൻ എന്നുള്ളതിന് നമ്മൾ. ഇപ്പം പാലക്കാടുണ്ടോ അങ്ങനെ? കോഴിക്കോട് വിശേഷ, കോഴിക്കോട് നമ്മളാണ്, കോഴിക്കോടൻ ഭാഷയാണ് നമ്മൾ. അത് കോഴിക്കോട്ടുകാരെ എഴുതിയതാ വെച്ചാൽ പ്രശ്നമല്ല. അല്ലെങ്കിൽ നമ്മൾ വേണ്ട, ഞാൻ മതി, അത് പോട്ടെ. നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ, ഭഗവാനെ, ഒരു ജീവനെ കൊന്ന് വേദനിപ്പിച്ച് കഴിക്കുന്നത് പാപമാണെന്നുണ്ടോ? പാപമാണെന്ന് തോന്നുന്നവന് പാപമാണ്, പാപമല്ലാന്ന് തോന്നുന്നവന് പാപമല്ല. പാപമാണെന്ന് ഞാനെങ്ങനെയാണ് പറയുക? എനിക്ക് പറയാൻ എന്താ അധികാരം? ഒരാൾക്കത് വളരെ ഇഷ്ടമാണ്, വളരെ നല്ലതാണ്, അവൻ കഴിക്കണം എന്നാണ് ഞാൻ പറയാം. ഏത് നിമിഷമാണോ ഇത് പാപമാണെന്നുള്ള തോന്നലിൻ്റെ കണിക വരുന്നത്, അപ്പം നിർത്തണം. അതന്നെയല്ലേ ഈ പറഞ്ഞത്. നോക്കൂ, പാപമാണെന്ന ഒരു ചിന്തയുടെ ഒരു കണിക ഉള്ളിൽ വന്നാൽ അപ്പം നിർത്തണം. അപ്പൊ പാപമാണെന്ന സൂചന കൊടുത്തൂടെ എന്ന് ചോദിച്ചാൽ ചിദാനന്ദപുരസ്വാമിക്ക് കൊടുത്തൂടാ. അതെന്താ കാരണം? ഒന്നാമത്തെ കാരണം, വൈഷ്ണവന്മാരും ജൈനന്മാരും ശുദ്ധ സാത്വികാഹാരം കഴിക്കുന്നവരും മാത്രം ചേർന്നതല്ല ഹിന്ദുധർമ്മം. അവിടെ ശൈവരുണ്ട്, ശാക്തേയരുണ്ട്, ശാക്തേയരിൽ വാമാചാരികളുണ്ട്, കൗളന്മാരുണ്ട്, സമയാചാരികളുണ്ട്, അവരിൽ മാംസാഹാരികളുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുധർമ്മം. നമ്മുടെ ഓരോ വാക്കും എല്ലാവരെയും ഒത്തുചേർക്കുന്നതായിരിക്കണം. ഒരു തരത്തിലും ഏതെങ്കിലും വിഭാഗത്തെ അകറ്റുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. ആ കരുതലോട് കൂടിയാണ്. എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ സമാജത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അത് തന്നെയാ വേണ്ടത്. നമുക്കൊരു സംശയവും വേണ്ട, നമ്മൾ ഉറച്ചിരുന്നോളുക. ഒരാൾക്ക് ഇപ്പോൾ അങ്ങനെയൊന്നല്ല. അല്ല, ഒരിക്കലല്ല. മാംസാഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ വീക്കാവുമൊന്നുമില്ല. ഏറ്റവും ശക്തന്മാർ ആയിട്ടുള്ളവർ സസ്യാഹാരികൾ തന്നെയാണ്. ഈ സസ്യാഹാരികളായ ആചാര്യന്മാരൊക്കെ ശക്തന്മാരാണ്, പ്രബലന്മാരാണ്, ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാൻ കെൽപ്പുള്ളവരാണ്. പക്ഷേ വ്യത്യസ്തങ്ങളായ സമ്പ്രദായങ്ങളെയും എല്ലാ ആരാധനാക്രമങ്ങളെയും ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ചെയ്യണ്ട, നമ്മുടെ ശിഷ്യനുമായി നമ്മൾ സംവദിക്കുകയാണെങ്കിൽ നമ്മുടേതായ സിദ്ധാന്തങ്ങളും ആദർശങ്ങളും ആശയങ്ങളുമാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. പക്ഷേ ഒരു സമാജത്തിൽ നമ്മൾ ഹിന്ദു എന്നുള്ള ആ ഒരു വിരാട് ഭാവത്തെ കണ്ടുകൊണ്ട് അതിൽ കല്ലിനെ പൂജിക്കുന്ന ആളുണ്ടാവും, കല്ലിലൂടെ പൂജിക്കുന്ന ആളുണ്ടാവും, ഈ പൂജിക്കാതെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുസന്ധാനം ചെയ്ത് കഴിയുന്ന വിദ്വാനുണ്ടാവും. വിവേകാനന്ദ സ്വാമികളെ പോലുള്ള മഹാപുരുഷന്മാർ മത്സ്യം തുടങ്ങിയവ ധാരാളം കഴിച്ചവരാണ്. ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെജും നോൺ വെജും ഉണ്ട്. നമ്മളൊരിക്കലും കുറ്റം പറയില്ല, പറയാൻ പാടില്ല. കാരണം ബംഗാളിൽ മത്സ്യാഹാരം എന്നുള്ളത് വ്യാപകമാണ്. മത്സ്യത്തിൻ്റെ പൂവും കായും അല്ലല്ല കഴിക്കണത്, മാംസമല്ലേ. അപ്പം അതുകൊണ്ട്
ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തെ മാത്രം, നമ്മുടെ ജീവിതചര്യ മാത്രമല്ല നമ്മൾ പുറമെ പറയുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് മാംസാഹാരം കഴിക്കുന്നില്ല, പരമാവധി സസ്യാഹാരം മാത്രം ചിട്ടപ്പെടുത്തി നമ്മൾ കഴിക്കുന്നു. ഇത് പറയാൻ കാരണം നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്കറിയോ. ഇന്ന് ഈ ജനറ്റിക്കലി മ്യൂട്ടേറ്റ് ചെയ്ത പല സാധനങ്ങളുമാണ് നമുക്ക് കിട്ടുന്നത് വാങ്ങാൻ. നമ്മൾ ഈ അരി എന്ന് പറഞ്ഞ് വാങ്ങുന്ന സാധനം വെജാണോ നോൺ വെജാണോ എന്ന് നമുക്കറിയില്ല. അതെ, പലതിലും. പക്ഷെ എങ്കിലും ഇന്ന് വെജിറ്റേറിയനിസം ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഈവൻ അലോപ്പതി മരുന്നുകൾ പോലും, ക്യാപ്സ്യൂളുകൾ പോലും ഇന്ന് വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് ധാരാളം ലഭ്യമാണ്. ഒരു 10-20 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു ഒരാൾ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾ വേണമെന്ന് പറഞ്ഞാൽ നീ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോകുന്ന സമയത്ത് വലിയ വലിയ ടീ വെൻഡേഴ്സ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്റ്റാർബക്ക് പോലുള്ളവർ, അവിടെ ഒരു വെജിറ്റേറിയൻ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇന്ന് വെജിറ്റേറിയൻ മാത്രമല്ല, വിഗാൻ വരെ വ്യാപകമാണ്. അപ്പോൾ ലോകത്തിൻ്റെ ആ ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പരിവർത്തനം എല്ലായിടത്തും വരും, സംശയമൊന്നുമില്ല. പക്ഷേ നമുക്ക് വ്യാവഹാരിക തലത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു 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 കർത്തവ്യമുണ്ട്. നമുക്ക് സ്വപ്നേബി മദ്യം വെച്ച് ഭഗവാനെ പൂജിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ അത് ചെയ്യുന്നവരെ നമ്മൾ എതിർക്കില്ല. ഒന്ന് മാത്രം പറയും, ഗുരുപദേശമുണ്ട് അവിടെയും, അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പം കുപ്പി കണക്കിന്, കേസ് കണക്കിന് കുടിക്കൂല. അത് മാത്രയുണ്ട്, ആ മാത്രയ്ക്കുള്ളിൽ ഒതുങ്ങും. 2, ആ മദ്യം വിശിഷ്ടമായി ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കുപ്പി വാങ്ങി ബ്രാൻഡിയും വിസ്കിയും റമ്മും വാങ്ങി കൊണ്ടുവരുന്നതല്ല, അത് മന്ത്രപൂർവം ഉണ്ടാക്കുന്നതാണ്. ഇനി നമ്മളാരും മദ്യം കഴിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് നമ്മളെല്ലാം മദ്യം കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. രാവിലെ ഇഡ്ഡലിയാണ് കഴിച്ചത്, അതും ഫെർമെൻറ്റേഷൻ നടന്നതാണ്. അല്ലേ? അല്ലാന്ന് അഭിപ്രായം ഉണ്ടോ? ആർക്കെങ്കിലും അല്ലാന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് ഒരു നോൺ വെജ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കഴിച്ചോളൂ. ഏത് നിമിഷം ഇത് ശുദ്ധമല്ല എന്നോ ഇതിൽ കഷ്ടമുണ്ടെന്നോ, ഒരു ജന്തുവിൻ്റെ വേദനയും ദുഃഖവും ഭയവും ക്ലേശവും എല്ലാം ഉണ്ടെന്നുള്ള ഒരു ചിന്തയുടെ ലാഞ്ചന വരുന്നുണ്ടോ, ആ നിമിഷം നിർത്തണം. പിന്നെ കഴിക്കാൻ പാടില്ല. പിന്നെ കഴിച്ചാൽ അത് വിഷമാവും. അതുവരെ അത് വിഷമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയില്ല. സ്ഥൂലമായിട്ട് വിഷാംശം ഉണ്ടാവും. ഒരു ജന്തുവിൻ്റെ നാഡീവ്യവസ്ഥ എത്ര വികസിതമാണോ അത്രയ്ക്ക് അതിൻ്റെ വിഷം കൂടിക്കൂടി വരും. അപ്പം മത്സ്യത്തെ അപേക്ഷിച്ച് വിഷാംശം കൂടുതലാണ് പക്ഷികളിൽ, മറ്റ് ജന്തുക്കളിൽ. അതിനെ അപേക്ഷിച്ച് വിഷാംശം കൂടുതലാണ് നാൽക്കാലികളിൽ. ആ നാൽക്കാലികളിൽ തന്നെ ഏറ്റവും ബുദ്ധിവൈശദ്യം കൂടുന്നതിനനുസരിച്ച്, നാഡീവ്യവസ്ഥ കൂടുതൽ വികസിതമാകുന്നതിനനുസരിച്ച് വിഷാംശം കൂടിക്കൂടി വരും. കാരണം റീഅബ്സോർബ് ചെയ്യപ്പെടാത്ത അഡ്രിനാലിൻ മാരകമായ വിഷമായിട്ട് ആ ദേഹങ്ങളിലുണ്ടാവും. ഒരു സംശയവുമില്ല. പിന്നെ മറ്റൊരു പ്രധാന വിഷയം, മനുഷ്യൻ്റെ കോടിക്കണക്കിനായ, ട്രില്യൺ കണക്കിനായ ഓർഗാനിക് സെല്ലുകൾ നിരന്തരം പ്രവർത്തിക്കുമ്പോൾ ഓക്സിഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ഫാക്ടറികളാണ് ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ഫാക്ടറികൾ, ട്രില്യൺ കണക്കിന്. ഇപ്പം നമ്മുടെ ഓരോ വ്യവഹാരവും നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഓക്സിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര കണ്ട് ഓക്സിഡേഷൻ നടക്കുന്നു അത്രയും അവ ക്ഷീണിക്കുന്നു. അവയിലേക്ക് പുതുതായിട്ട് ഓക്സിജൻ എത്തണം. ഇപ്പം നടന്ന ഓക്സിഡേഷൻ നടന്ന ഓക്സിഡൻസിനെ നമ്മൾ ഇല്ലാണ്ടാക്കണം. അപ്പം എന്ത് വേണം? എല്ലാ നിലയ്ക്കും ആൻറ്റി ഓക്സിഡൻസാണ് എത്തേണ്ടത്.
ഒരൊറ്റ മാംസവും ആൻറ്റി ഓക്സിഡൻ്റ് അല്ല. പച്ച നിറമുള്ള സസ്യങ്ങളാണ് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് കുമിള് തുടങ്ങിയവ കഴിച്ചാൽ അത് ആൻറ്റി ഓക്സിഡൻ്റ് അല്ല. പച്ച നിറമുള്ള സസ്യങ്ങൾ, ഇതിന് അപവാദമുണ്ട്. അപവാദത്തിലൊന്നാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി വെള്ളയാണെങ്കിലും അത് ആൻറ്റി ഓക്സിഡൻ്റാണ്, പ്രവർത്തിക്കും. ഒരു കാരണവശാലും വീണ്ടും ഓക്സിഡൻസ് കഴിക്കരുത്, ആൻറ്റി ഓക്സിഡൻസ് കഴിക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും മാംസാഹാരം മനുഷ്യന് നല്ലതല്ല, സസ്യാഹാരമാണ് നല്ലത്. ഇതൊക്കെ ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കുക, പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ചെയ്യാം. പക്ഷേ പാടില്ല എന്ന് പറയാൻ ഞാനാരാ? നിനക്കിഷ്ടമാണോ നീ കഴിച്ചോ. ഒരാൾ ചോദിച്ചു എനിക്ക് മദ്യപിക്കാൻ ഇഷ്ടമാണ് സ്വാമി, നീ കുടിച്ചോ. വേണ്ടെന്ന് പറയാൻ ഞാനാരാ? എനിക്കെന്ത് അധികാരം? എന്നെ വിളിച്ചാൽ ഞാൻ കൂട്ടത്തിൽ വല്ല പപ്പടോ വല്ല കടലയോ വല്ല ചെറുപയറൊക്കെ കഴിച്ച് ഞാനും കൂടും. ഞാൻ കൂടും കമ്പനി. ഇല്ല, നിങ്ങൾ വെറുതെ വിചാരിക്കുക. കുടിക്കില്ല. അവൻ്റെ കൂടെ ഇരുന്നിട്ട് അവൻ്റെ മറ്റ് ടച്ചിങ്സൊക്കെ എനിക്ക് കഴിച്ചൂടെ? അതിൽ ഉള്ളിയും വെള്ളുള്ളിയും ഒന്നും പറ്റില്ല, അത്രയേ ഉള്ളൂ. എല്ലാ കമ്പനിയിലും കൂടണം, എന്നാലേ അവനെ നമുക്ക് ഇങ്ങോട്ട് പിടിക്കാൻ പറ്റൂ. നമ്മളെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അവനൊക്കെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. നാളെ സ്വാമി മദ്യശാലയിൽ പോയി കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു വിരോധമില്ല. എനിക്ക് പോയെന്താ? ഞാനവിടെ പോയി കുടിച്ചിട്ടില്ല. ഞാനവിടെ പോയിട്ട് പപ്പടോ ചെറുപയരോ കടലയോ ഒക്കെ കഴിച്ചു പോകുന്നതാ. കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട്. എൻ്റെ ലക്ഷ്യം അവനെയും അവളെയും ഒക്കെ അങ്ങോട്ട് കൊണ്ടുവരിക. പക്ഷെ അറിയാണ്ട് ഞാൻ അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാണേ. അത് ഉറപ്പ് വരണം ആദ്യം, എന്നിട്ടേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പോകരുത്. ഇരിക്കട്ടെ. ധർമ്മശാസ്ത്രത്തിൽ എവിടെയാ മാംസം പാടില്ല എന്ന് പറഞ്ഞേ? എവിടെയാ പറഞ്ഞേ? ഏതിന്? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഗുരുദേവൻ എതിരാണ്, സമ്മതിച്ചു. ഗുരുദേവൻ എതിരാണ്. ഗുരുദേവനെ വെച്ച് പൂജിക്കുന്നവർ മുഴുവൻ സസ്യാഹാരികളാണോ? അല്ല. ഇനി ഗുരുദേവൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് പ്രമാണമാവില്ല. ഗുരുദേവൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട്, അങ്ങനെയാണെന്ന് വെച്ചാൽ വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, എടോ നിൻ്റെ വെജിറ്റേറിയനിസമൊക്കെ മാറ്റിവെക്ക്, നീ ഹ്യൂമാനിസത്തിന് വേണ്ടി പ്രവർത്തിക്ക് എന്ന് അപ്പോൾ വിവേകാനന്ദ സ്വാമി പ്രമാണമല്ലേ? നിൽക്കട്ടെ. നാരായണ ഗുരുസ്വാമിനെ മാത്രം എടുത്താൽ പറ്റില്ലല്ലോ. വിവേകാനന്ദ സ്വാമിനെ എടുത്തു കഴിഞ്ഞാൽ ഗോസംരക്ഷകരായിട്ടുള്ളൊരു ഒരു കൂട്ടം ചെറുപ്പക്കാർ സ്വാമിജിയെ കാണാൻ പോയി. ഞങ്ങൾ ഗോസംരക്ഷണത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞു. സ്വാമിജി പൂലാഭ്യം തെറി പറഞ്ഞിട്ട് ഓടിച്ചു അവരെ. നീ ഗോവിനെ സംരക്ഷിക്കാൻ നടക്കണതിന് മനുഷ്യനെ സംരക്ഷിക്കണം ആദ്യം. ജനങ്ങളതാ കഷ്ടപ്പെടണു, രോഗികളായിട്ട് വീഴണു. കോണ്ടക്സ്റ്റലായിട്ട് തന്നെ മറ്റത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് രാമായണം സ്വീകരിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ നമുക്ക് മനുസ്മൃതി സ്വീകരിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ധർമ്മശാസ്ത്രങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ധർമ്മശാസ്ത്രങ്ങളിൽ വിലക്കപ്പെട്ട മാംസങ്ങളുണ്ട്. എല്ലാ മാംസവും വിലക്കപ്പെട്ടിട്ടില്ല. ബ്രഹ്മചാരിക്ക് അല്ലെങ്കിൽ സന്യാസിക്കുള്ള ചിട്ടയല്ല എല്ലാവർക്കും വിഹിതമായിട്ടുള്ളത്. ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. രാജാക്കന്മാർക്ക് വിഹിതമാണ് മാംസം തുടങ്ങിയവ. വ്യത്യസ്ത തൊഴിൽ ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് വിഹിതങ്ങളായ ആഹാരങ്ങളുണ്ട്. ഇപ്പോൾ കോഴിയിറച്ചി കഴിക്കാൻ പാടില്ല മനു പറയുന്നുണ്ട്. കുക്കുടം പരിവർജയത്. എന്തുകൊണ്ട്? അത്രയ്ക്കധികം മലിനമായ മാംസമാണ് കോഴിയുടേത്. എന്നാൽ മഹിഷം, പോത്ത്, വരാഹം, പന്നി തുടങ്ങിയവയെ മനു അനുവദിച്ചിട്ടുണ്ട്. ബീഫ്, പോത്താണല്ലോ. പോത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും വലിയ കയറ്റുമതി ആരാ? ഭാരതമാണ്. ബീഫിൻ്റെ ഏറ്റവും വലിയ കയറ്റുമതി ഭാരതമാണ്. നമുക്ക് കോടിക്കണക്കിന് രൂപ വരുമാനം വരുന്നത് ഇതിൻ്റെ കയറ്റുമതിയിൽ നിന്നാണ്. അതൊക്കെ വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദരിദ്രരായി മാറും. എന്തപ്പം ചെയ്യണത്? നീ ചെയ്യുന്നുണ്ടോ ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. നമ്മൾ സമൂഹത്തിൽ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പറയുക, വളരെ ശ്രദ്ധിച്ചിട്ട് വേണം.
പിന്നെ വളച്ചൊടിച്ച് രാമൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാൽമീകി രാമായണത്തിലുള്ള വാക്യങ്ങൾക്ക് അന്യാർത്ഥം കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവിടെ ശ്രീരാമനും മറ്റും മാൻ, പോത്ത് തുടങ്ങിയവയെ ആകെ 3 പേരേ ഉള്ളൂ ആകെ. എന്നിട്ട് ഈ 2-3 കൊന്നിട്ട് എന്തിനാ തിന്നണമെന്ന് നമുക്ക് തോന്നും. ഇത്രയൊക്കെ കൊള്ളൂ അവർക്ക്. അപ്പം ബാക്കി ഉണക്കി സൂക്ഷിക്കും, പിന്നത്തേക്ക് വയ്ക്കും. അപ്പം നമ്മൾ ഒന്നിന് ഈ നോൺ വെജിറ്റേറിയൻ, വെജിറ്റേറിയൻ ഇതിലൊന്നും ആയി പോകരുത് നമ്മുടെ ശ്രദ്ധ. നമുക്ക് ഉദാരമായ ചില ആശയങ്ങളുണ്ട്. മറ്റതിൽ പോയി കഴിഞ്ഞാൽ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പ്യുവർ വെജിറ്റേറിയനിസം പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമിയെ പോലുള്ളവരെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റില്ല, ശ്രീരാമകൃഷ്ണദേവനെ സ്വീകരിക്കാൻ പറ്റില്ല. ആ ആ ആ ശരി ശരി. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, പഴത്തിൻ്റെ വിത്ത് മാത്രം മാറ്റി വെച്ചിട്ട് പഴം മാത്രം കഴിച്ച് ജീവിക്കും. മേലിൽ അരി കഴിക്കാൻ പാടില്ല, ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ പാടില്ല, പച്ചക്കറി ഒരു സാധനം കഴിക്കാൻ പാടില്ല. പഴുത്ത് വീണ പഴത്തിൻ്റെ വിത്ത് മാറ്റി വെച്ചിട്ട് പ്രത്യുൽപാദന ശക്തി ഇല്ലാത്ത മാംസളമായത് മാത്രം കഴിക്കുക. സന്താനോൽപാദന ശക്തി ഇല്ലാത്ത കപ്പയുടെ കിഴങ്ങ് കഴിക്കുക. എന്നാൽ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല, കാരണം ഉരുളക്കിഴങ്ങിൽ നിന്ന് മുളയ്ക്കും. മധുരക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല, അതിൽ നിന്ന് മുളയ്ക്കും. അപ്പം നിങ്ങൾ ആകെ കൂടെ കഴിക്കാൻ ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തരാം. 10-15 സാധനമേ കഴിക്കാൻ പാടുള്ളൂ. പറയുമ്പോൾ എല്ലാം പറയണം. ആ പറയേണ്ടി വരില്ല. ധർമ്മശാസ്ത്രത്തെ നാം മനസ്സിലാക്കിയതിലുള്ള വികലതയാണെന്ന് പറയേണ്ടി വരും. കാരണം ഹിംസയില്ലാതെ, അവശ്യ ഹിംസയില്ലാതെ ലോകത്തിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ആ നിലയ്ക്കല്ല. ശാസ്ത്രമാണ്. ശാസ്ത്രമാണ്. ശാസ്ത്രം നമുക്കനുസരിച്ച് വളച്ചൊടിക്കാവുന്നതോ വ്യാഖ്യാനിക്കാവുന്നതോ അല്ല. അതിന് അപ്പം ശാസ്ത്രം കൂടുതൽ പഠിക്കുക. വേദാന്തം പഠിച്ചാൽ പോരാ. എനിക്ക് മാംസം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കഴിക്കാമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. നിനക്ക് മാംസം ഇഷ്ടമാണെങ്കിൽ നീ കഴിച്ചോളൂ എന്നാ പറഞ്ഞു. നോക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ചുരുങ്ങിയ ഒരു വൈഷ്ണവിസത്തിലേക്ക് അല്ലെങ്കിൽ ചുരുങ്ങിയ ഒരു ജൈനിസത്തിലേക്ക് ഒതുങ്ങിപ്പോകരുത്. സനാതനധർമ്മം അതിവിപുലമാണ്. അവിടെ ശാക്തേയന് സ്ഥാനമുണ്ട്, അവിടെ വൈഷ്ണവന് സ്ഥാനമുണ്ട്, അവിടെ വേടന് സ്ഥാനമുണ്ട്. ആ വേടൻ ഉപദേശിച്ച വ്യാധഗീത നമുക്ക് പ്രമാണമാണ്. കാട്ടിൽ തപസ് ചെയ്ത് കഴിഞ്ഞ സകല സിദ്ധികളും കരസ്ഥമായി എന്ന് അഭിമാനിച്ച ബ്രാഹ്മണ കുമാരൻ തത്വോപദേശത്തിന് പോയത് വ്യാധൻ്റെ അടുത്താണ്. ആ വ്യാധൻ ഇറച്ചിക്കച്ചവടം കഴിയുന്നത് വരെ അവിടെ വ്യക്തമായി വ്യാസഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മഹിഷം, വരാഹം എന്നിവയുടെ ഇറച്ചിയായിരുന്നു വിറ്റത്, പന്നിയുടെയും പോത്തിൻ്റെയും. ഈ ഇറച്ചി വിൽപ്പന കഴിഞ്ഞിട്ടേ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുള്ളൂ. നീ എന്താ വന്നേ? ഞാനൊരു ഉപദേശത്തിനാണ്. എന്നാൽ അവിടെ നിൽക്കി വീട്ടിൽ പോകുമ്പോൾ ഒന്നിച്ച് വന്നോളൂ. വീട്ടിൽ പോയി അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, അവിടെ പോയിട്ട് ഉപദേശം നേടിക്കോളൂ. ഇങ്ങനെ ക്രമികമായി ഉപദേശത്തിൻ്റെ ആധിക്യം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രം, ഞാൻ മനസ്സിലാക്കിയത് മാത്രം ശരി എന്നുള്ളത് കാണാതെ, സനാതനധർമ്മം എന്ന് പറഞ്ഞത് വിപുലമാണ്. അവിടെ ഹിംസയുമുണ്ട്, അഹിംസയുമുണ്ട്. ശത്രുവിൻ്റെ ശിരസ് തൂക്കിപ്പിടിച്ച് അതിലൂടെ രക്തം ഒലിച്ചു കൊണ്ടിരിക്കുന്നതിനെ മറ്റൊരു കൈകൊണ്ട് തടുത്ത് നിർത്തുന്ന ദേവിയാണ് ഞാൻ പൂജിക്കുന്നത്. ആത്മന പ്രതികൂലാനി എന്ന് പറഞ്ഞ് പരേഷ അന്ന സമാചര എന്ന് പറഞ്ഞാൽ ആ അസുരനെ കൊല്ലാൻ പാടില്ല.
ഈ പ്രപഞ്ചത്തിന് നാശകരമായ വൃത്തിയെ ചെയ്യുന്ന അസുരനെ കൊല്ലുന്ന ദേവിയെയാണ് ഞാൻ പൂജിക്കുന്നത്. മറ്റത് എന്തുണ്ടാവും? ശുദ്ധ വൈഷ്ണവന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കും, ഒറ്റയൊന്നില്ലാണ്ട് നശിപ്പിക്കും മറ്റവർ വന്നിട്ട്. അതുകൊണ്ട് നമ്മൾ ധർമ്മശാസ്ത്രം എന്ന് പറയുമ്പോൾ ആചാര്യന്മാർ പറഞ്ഞു തന്ന സമ്യക്കായത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വൈഷ്ണവരുടെ കൂട്ടത്തിൽ പോകുമ്പം ഭസ്മം മായ്ക്കൊന്നുമില്ല. നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ പോകും, അവരെ ചേർത്ത് പിടിക്കും, അവരെ കെട്ടിപ്പിടിക്കും. എന്നേക്കാൾ സീനിയറായിട്ടുള്ള വൈഷ്ണവ സന്യാസിയെ കണ്ടാൽ ഞാൻ നമസ്കരിക്കും. പക്ഷേ അവരുടെ ആശയങ്ങൾ പൂർണ്ണമായി അത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അംഗീകരിക്കില്ല. ഞാൻ ശാക്തേയരുടെ അടുത്ത് പോകും. അവർ മാംസം വെച്ച് പൂജിക്കുന്നവരാണ്, അവർ മദ്യം വെച്ച് പൂജിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ അവരെ നിന്ദിക്കില്ല, അവരെ ഞാൻ ആദരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം ചേർന്നതാണ് ഹിന്ദുധർമ്മം. നിങ്ങൾ അരുണാചൽ പ്രദേശിൽ പോകും, ക്രിസ്ത്യൻ മിഷണറികൾ അനേക ദശകങ്ങളായിട്ട് കോടിക്കണക്കിന് രൂപ ഒഴുക്കിയിട്ടും അവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കളെയും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഭൂരിപക്ഷം ഹിന്ദുക്കളും ഇന്നും അഭിമാനത്തോടു കൂടി ഹിന്ദുക്കളായി കഴിയുകയാണ്. എന്തുകൊണ്ട്? എല്ലാ വീട്ടിലും ബലിത്തറയുണ്ട്, അവിടെ മൃഗങ്ങളെ ബലി കൊടുക്കുന്നുണ്ട്, അങ്ങനെ വ്യത്യസ്ത ദേവതകളെ പൂജിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവൻ്റെ വീടുകളിൽ ധാരാളം നമ്മൾ പോയിട്ടുണ്ട്. അനുഭവത്തിൽ നിന്ന് പറയണതാണ്, മാംസം ഉണക്കി വെച്ചിട്ടും ഉണ്ടാവും പുറത്ത് പബ്ലിക്കായിട്ട്. എന്നാൽ തൊട്ടടുത്ത് ആസാമിൽ ഇപ്പോൾ വലിയ പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല പരിവർത്തനം, ഗുണകരമായ പരിവർത്തനം. പക്ഷേ ആസാമിൽ ഏറ്റവും അധികം ശാക്തേയ ഉപാസനയും മറ്റും നടന്നിരുന്ന പ്രദേശമാണ്. കാമാഖ്യയുടെയും മറ്റും ഭൂമികയാണ് ആസാം. പക്ഷേ അവിടെ വളരെ വ്യാപകമായി വൈഷ്ണവിസം വ്യാപിച്ചതിന് ശേഷം ജനങ്ങളിലുള്ള വീര്യം പോയി. അങ്ങനെ പോയപ്പോഴോ വളരെ വ്യാപകമായി അവിടെ ക്രിസ്ത്യൻ കൺവെർഷൻ നടന്നു. തൊട്ടടുത്ത് അരുണാചലിൽ നടക്കാത്ത കൺവെർഷൻ ഇവിടെ നടന്നു. എന്തുകൊണ്ട്? വീര്യമില്ലാത്തവരായി. അതുകൊണ്ട് സസ്യാഹാരിക്ക് വീര്യമില്ലാണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അനുഭവമാണ് പറയുന്നത്. ഞാൻ വീര്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നുണ്ട്, സസ്യാഹാരിയാണ് താനും. പക്ഷെ അതുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിലൂടെ മാത്രം എല്ലാത്തിനെയും നോക്കി കാണരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനിയെ പോലെ മുസ്ലിമിനെ പോലെ ഒരു മതമായി ചുരുങ്ങും. ഈ സനാതനധർമ്മം, ഹിന്ദുധർമ്മം വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്നതാണ്. അതെ, അറിയാം. നല്ലതാണ്. ഇതിൽ പ്രത്യേകം മറ്റൊരു വിഷയമുള്ളത്, ഇപ്പം രാത്രി നടക്കുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ മുഖ്യ മണ്ഡപത്തിൽ നിന്ന് മാറി നടക്കുന്ന കർമ്മങ്ങൾ അത് മോശമാണെന്ന് വിചാരിക്കരുത്. പലരും വിചാരം വെളിവിൽ ചെയ്യുന്ന സാത്വിക പൂജയാണ് കേമം, ഒളിവിൽ ചെയ്യുന്ന താമസിക പൂജ ദോഷമാണെന്ന്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അത് അതിൻ്റെ വിധിയിൽപ്പെട്ടതാണ്, അതതിൻ്റെ വിധാനത്തിൽപ്പെട്ടതാണ്. രഹസ്യ ശാക്ത എന്നാണ്. ശാക്തൻ രഹസ്യത്തിലാണ്. അത് പ്രത്യേകിച്ച് കുട്ടികളുടെ മുമ്പിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ കുട്ടികളെ ചെയ്യുന്നവരുണ്ടാവും. അവർ ദേഹം കൊണ്ട് കുട്ടിയാണെങ്കിലും ആന്തരികമായി പക്വത വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാം ഉണ്ട്. അതിപ്പോൾ എല്ലാം പായസം സൂക്ഷിച്ച് ഉപയോഗിക്കണ്ടേ? പായസം ഭഗവാന് നേദിച്ചു, ലിറ്റർ കണക്കിന് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗം വരുമോ ഇല്ലയോ? പ്രമേഹമായി കാത്തി കാണുന്നതുകൊണ്ട് പാൽപ്പായസം കുടിക്കാൻ പറ്റുമോ? എല്ലാത്തിലും ഉണ്ട്.
അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഈ നോൺ വെജ് നമ്മൾ വരുമ്പോഴത്തേക്ക് തുടങ്ങും ഇത്. ഇതിൽ എന്നാ ഞാൻ പറഞ്ഞില്ലേ ഹിംസ പാടില്ല എന്നുണ്ടെങ്കിൽ ഇല്ല 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 അവ്യവസ്ഥയല്ല, വൈപുല്യമാണ്. നിയതമാക്കി ഒതുക്കി കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിം പോലെയായി. അല്ലാണ്ട് നിയതം വെച്ചാൽ ഇതേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതേ പാടുള്ളൂ ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ റിലിജ്യനായി, നമ്മൾ ഒതുങ്ങി ചുരുങ്ങി മറ്റുള്ളതിനെ ഭിന്നമായി കണ്ടു. ഇത് ഇവിടെ നമ്മളെ ഹിന്ദുവിൻ്റെ കാഴ്ചപ്പാട്. ഞാൻ എൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആദരവോടുകൂടി തുടരുന്നതോടൊപ്പം നിന്റെ അനുഷ്ഠാനങ്ങളെയും ആചരണങ്ങളെയും ആദരിക്കാനുള്ള മനസ്സെനിക്കുണ്ട്. നമ്മൾ രണ്ടും ഒന്നാണ്. നീ വിട്ടുപോകാൻ ശ്രമിച്ചാലും ഞാൻ സമ്മതിക്കൂല, ഞാൻ കെട്ടിപ്പിടിക്കും. ഇതാണ് ഹിന്ദുവിൻ്റെ മനസ്സ്. അല്ലാച്ചാ നിങ്ങൾ കുറച്ച് 10 വെജിറ്റേറിയനും 5 വൈഷ്ണവന്മാരും മാത്രം മതി ലോകത്തിൽ എന്ന് പറയേണ്ടി വരും. ഇനി ആത്മന പ്രതികൂലാനി എന്നുള്ള ന്യായമാണ് എടുക്കുന്നതെങ്കിൽ നാളെ തൊട്ട് എന്ത് ചെയ്യണം? ഒന്നും കഴിക്കരുത്. നേരത്തെ പറഞ്ഞതുപോലും ഞാൻ പിൻവലിക്കും. നേരത്തെ പറഞ്ഞത് വിത്ത് ഒഴിച്ചിട്ടുള്ള മാംസളമായ പഴം, അയ്യോ അത് ഞാൻ കഴിച്ചാൽ പക്ഷികൾക്കൊന്നും കിട്ടില്ലല്ലോ, അപ്പോൾ പ്രതികൂലായില്ലേ? അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ ശരീരവും പക്ഷിയൊക്കെ കൊടുക്കാം, അവിടെയും കിടന്നേക്കുക. അതുകൊണ്ട് ഇതിൽ മറ്റൊന്നുമില്ല. നമ്മുടേത് ഏകതാനമായ ഒരു ലീനിയർ ദൃഷ്ടിയിലുള്ളതല്ല സനാതനധർമ്മം. അത് ഒരു സ്വാമി ഇപ്പോൾ ഇല്ല, അത് വൈവിധ്യപൂർണ്ണമാണ്. ഇപ്പോൾ സ്വാമി ഇനി 3 മിനിറ്റേ ഉള്ളൂ, 3 മിനിറ്റ് കൊണ്ട് ഉപസംഹരിക്കണം. അതുകൊണ്ട് വേദനിപ്പിച്ച് കഴിക്കുന്നത് പാപമാണെന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. അത് അവനവൻ്റെ ദൃഷ്ടി പോലെ ഇരിക്കും. അങ്ങനെ എങ്കിൽ വരുന്നില്ല, പിന്നെ ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല. പച്ചക്കറികളും ധാന്യങ്ങളും പറിച്ചെടുക്കുമ്പോൾ ആ ചെടിയെ വേദനിപ്പിക്കുകയല്ലേ? അതെ, പച്ചക്കറിക്ക് വേദനയുണ്ട്, ചെടിക്ക് വേദനയുണ്ട്, ഒക്കെ ഉണ്ട്. അതും ദോഷമല്ലേ? ദോഷമാണെന്ന് തോന്നുന്ന ആൾക്ക് ദോഷമാണ്, എനിക്ക് ദോഷമല്ല. ഞാൻ ഉള്ളി കഴിക്കണില്ല, വെള്ളുള്ളി കഴിക്കണില്ല, പക്ഷേ ഞാൻ കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് ഒക്കെ കഴിക്കും. പക്ഷെ ജൈനന്മാരത് കഴിക്കില്ല. കാരണം അവരെ സംബന്ധിച്ച് ഭൂമി കുഴിച്ചെടുക്കുമ്പോൾ ഒരുപാട് ജന്തുക്കൾ മരിക്കും, മണ്ണിരകൾ മരിക്കും, സൂക്ഷ്മജീവികൾ മരിക്കും. അതുകൊണ്ട് ഭൂമിയിലടിയിലുള്ള ഒന്നും കഴിക്കാൻ പാടില്ല ജൈനന്മാർക്ക്. അത് അവരുടെ സിദ്ധാന്തം, അതിനെ ഞാൻ എതിർക്കില്ല, അതിനെ ഞാൻ ബഹുമാനിക്കും. നിങ്ങളുടെ വിശ്വാസം അതാണ്, നിങ്ങൾ അങ്ങനെ ജീവിക്കൂ. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ ഉരുളക്കിഴങ്ങും കഴിക്കും, ക്യാരറ്റും കഴിക്കും, ബീട്രൂട്ടും കഴിക്കും, എല്ലാം കഴിക്കും. എന്നാൽ അതിൽ പറ്റിപ്പിടിച്ച ഞാൻ കാണുന്ന ജന്തുക്കളെ മാറ്റിയിട്ടേ കഴിക്കൂ. കാണാത്ത കോടിക്കണക്കിന് ജന്തുക്കൾ അതിലുണ്ട്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും വെജിറ്റേറിയൻ ആണെന്ന് 100% പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ കഴിക്കുന്ന ഓരോന്നിലും ട്രില്യൺ കണക്കിന് സൂക്ഷ്മജീവികളുണ്ട്. അത് ബയോസിൽ സൂ എന്നുള്ള വിഭാഗത്തിൽ പെടുന്നതാണ്, അല്ലാതെ സസ്യങ്ങൾ എന്നുള്ള വിഭാഗത്തിൽ പെടുന്നതല്ല, ജന്തുക്കൾ എന്നുള്ള വിഭാഗത്തിൽ പെടുന്നതാണ്. ജന്തുക്കൾ എന്ന വിഭാഗത്തിൽ പെടുന്ന കോടിക്കണക്കിന് ജീവികളെ ഏത് സസ്യാഹാരിയും കഴിക്കുന്നുണ്ട്. ഇല്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പഠിക്കുക, അപ്പോൾ മനസ്സിലാവും. അതോ ഭഗവാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതിനനുസരിച്ച് പല്ലുകളും ദഹനേന്ദ്രിയങ്ങളും മാംസാഹാരം ദഹിപ്പിക്കാൻ അനുയോജ്യമല്ല എന്നതുകൊണ്ട് മാത്രമാണോ മാംസം കഴിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്ന് പറയുന്നത്? അല്ല. മാംസം കഴിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്ന് പറയുന്നത് എപ്പോൾ അതിൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖമായി മാറുന്നു, അതിൻ്റെ വേദന നമ്മുടെ വേദനയായി മാറുന്നു. എന്നെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റില്ല ഒരു ജന്തുവിനെ കൊന്നിട്ട് അതിനെ വേദനിപ്പിച്ച് കഴിക്കുന്നത്. എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോകുന്നില്ല. അവിടെ തീർന്നു ഉത്തരം. അതുകൊണ്ട് നീ കഴിക്കരുതെന്ന് പറയാൻ എനിക്ക് അധികാരമില്ല. നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറാവില്ല. അപ്പോൾ നിന്നെ വേദനിപ്പിക്കല്ലേ ഞാൻ? നിനക്ക് ഇഷ്ടമുള്ളതിനെ നിഷേധിച്ചിട്ട് നിന്നെ വേദനിപ്പിക്കല്ലേ ഞാൻ? അതിന് ഞാൻ തയ്യാറല്ല.
നമുക്ക് കാഴ്ചശക്തി കുറവായത് കൊണ്ടല്ലേ നമ്മൾ കഴിക്കുന്ന 10,000-കണക്കിന് ജന്തുക്കളെ നമ്മൾ കാണാത്തത്? നമുക്കൊരു മൈക്രോസ്കോപ്പിക് കണ്ണുണ്ടായിരുന്നെങ്കിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ, വല്ലതും കഴിക്കാൻ പറ്റുമായിരുന്നോ? എന്താ അഭിപ്രായം? നമ്മുടെ ഈ തൊലി വേണ്ട, മുഖാത്ത വളരെ കൂടുതൽ, കാരണം മൂക്ക്, ഈ ചുണ്ട്, എത്ര ബില്യൺ മൈക്രോബ്സ് കഴിയുന്നുണ്ട്. കുട്ടികളും മക്കളായി പെരുകി കഴിയുന്നില്ല, ഉണ്ടോ ഇല്ലയോ? അവർ സന്തോഷമായി ജീവിക്കുക. ഒരു കാട്ടിൽ നമ്മൾ ജീവിക്കണ പോലെ നമ്മളെ ദേഹത്ത് കോടിക്കണക്കിനാ. അപ്പം നമ്മുടെ കാഴ്ച കുറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവരെ മനസ്സിലാക്കാത്തത്. നമുക്കൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ദൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ കൈ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്താ കാഴ്ച ഉണ്ടാവുക? എനിക്കിവിടെ ചെറിയൊരു ഒരു 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 പ്രശ്നം വന്നു. ഇന്നലെ ഡോക്ടറോട് സംസാരിച്ചു. അതൊരു ഫംഗസിൻ്റെയാണ്. അവിടെ ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല, ഒരു കളറ് മാത്രമേ കാണുള്ളൂ. ഇത് തന്നെ എൻ്റെ കണ്ണ് ഒരു മൈക്രോസ്കോപ്പിക് വിഷൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ ഞാനിവിടെ ലക്ഷക്കണക്കിന് സൂക്ഷ്മ ഫംഗസുകളെ കാണുമായിരുന്നു. പിന്നെ ഞാൻ പറയും അത് സസ്യാട്ടോ, ഫംഗസ് സസ്യ, അത് ജന്തുവല്ല. എന്നാൽ അതിനെ വീണ്ടും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ ഓരോ സൂക്ഷ്മ ഫംഗസിലും കോടാനുകോടി സൂക്ഷ്മ ജന്തുക്കളുണ്ട്. അപ്പോഴോ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ദൃഷ്ടികളിലും വിഷയങ്ങളിലും കുടുങ്ങിപ്പോകാതെ വിശാലമായി കാണാനും, നമ്മുടെ ആചാര്യന്മാർ എല്ലാ കാഴ്ചപ്പാടുകളെയും സമന്വയിപ്പിക്കാനും അംഗീകരിക്കാനും പഠിച്ചവരാണെന്നും മനസ്സിലാക്കി ഏകതാനമായ ലീനിയറായിട്ടുള്ള ദൃഷ്ടി അല്ല സനാതനധർമ്മ ദൃഷ്ടി. വൈഷ്ണവർക്കതാവാം, ശൈവന്മാർക്കതാവാം, ശാക്തയന്മാർക്കതാവാം, ഗാണപത്യന്മാർക്കതാവാം, സൗരന്മാർക്കാവാം, സ്കാന്ദന്മാർക്കാവാം, ക്രിസ്ത്യാനിക്കാവാം, മുസൽമാനാകാം, ജൈനനാകാം, ബുദ്ധിസ്റ്റിനാകാം, ഹിന്ദുവിനാവാൻ പറ്റില്ല. ഹിന്ദു ഇതെല്ലാത്തിനെയും ചേർന്നതും ചേർക്കുന്നതും ആദരിക്കുന്നതുമാണ്. അവൻ നിസ്കരിക്കാൻ ഞാൻ ബഹുമാനപൂർവ്വം അവന് നിസ്കാരപ്പായ ഞാൻ ഇട്ട് കൊടുക്കും. പക്ഷെ ഞാൻ പോയി നിസ്കരിക്കാൻ പോയില്ല. ഞാൻ എൻ്റെ ആചാരങ്ങളിൽ ഉറച്ചു നിൽക്കും. ആശ്രമത്തിൽ വരുന്ന മുസ്ലിം മതം പിൻപറ്റുന്ന കഴിഞ്ഞ ആഴ്ച ഒരു മോള് വന്നു, അച്ഛൻ്റെ മോളെയും കൊണ്ടുവന്നു. ഞാൻ ആ മോളോട് പറഞ്ഞത് നമശിവായ ജപിക്കാനല്ല, മോളെ ദിവസവും 5 നേരം നീ നമസ്കരിക്കണം. അത് നിനക്ക് സാധിക്കില്ലെങ്കിൽ നീ 3 നേരം നമസ്കരിക്കൂ. എന്തുകൊണ്ട് അവളോട് നമശിവായ ജപിക്കുമെന്ന് പറഞ്ഞുകൂടെയിരുന്നു? അവിടെ നമസ്കാര സമയം ആയിക്കഴിഞ്ഞാൽ മോളെ നീ നമസ്കരിച്ചോളൂ എന്ന് ഞാൻ പറയും. ആശ്രമത്തിൽ നമസ്കരിച്ചോളൂ എന്ന് ഞാൻ പറയും. നിങ്ങളാരും അതിൽ എതിർക്കാനൊന്നും വരണ്ട, വന്നിട്ട് കാര്യവുമില്ല. അത് വെച്ചിട്ട് മതേതരത്വം കാണിക്കാൻ ഞാൻ പോയി നമസ്കരിക്കില്ല, അതെൻ്റെ ചര്യയല്ല. അവിടെയാണ് ഹിന്ദുത്വം മനസ്സിലാക്കേണ്ടത്. എവിടെ? അത് എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. അപ്പം എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. അവിടെ വെച്ചാൽ ആ കയ്യും കൊണ്ടാവാൻ പോവില്ല. നേരെ മറിച്ച് അവന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമാണെന്ന് പറഞ്ഞാൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. ക്രിസ്ത്യൻ പ്രാർത്ഥന നീ അവിടെ ചെയ്തു പറയും. അത് നിങ്ങൾക്ക് ചിദാനന്ദപുര സ്വാമി മതേതരത്വമായി പോയല്ലോ എന്നൊന്നും നാളെ ആക്ഷേപിക്കേണ്ട. ഞാൻ അന്നും ഇങ്ങനെയാണ്, ഇന്നും ഇങ്ങനെയാണ്, എന്നും അങ്ങനെയായിരിക്കും. ക്രിസ്തീയ സഭകളിൽ നമ്മൾ പോവാറും ക്ലാസ് എടുക്കാറുമുണ്ട്. ക്രിസ്ത്യൻ സന്യാസിമാർക്ക് വേണ്ടി ക്ലാസ് എടുക്കാറുണ്ട്. മുസ്ലിം സഭകളിൽ പോവാറുണ്ട്. പക്ഷേ സനാതനധർമ്മത്തിൻ്റെ വൈദിക വീക്ഷണത്തിൽ നിന്ന് ഒരല്പം അവരെ സന്തോഷിപ്പിക്കാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, സ്വബോധമുള്ള കാലം വരെ പറയുകയില്ല. ഹിന്ദു എന്താണ് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് പലരും സ്വാഭിമാന ഹിന്ദു അല്ല ചിദാനന്ദപുര സ്വാമിനെ ആക്ഷേപിക്കുന്നുണ്ട്. ഞാൻ സ്വാഭിമാന ഹിന്ദു ഒന്നും അല്ല, നിൻ്റെ ഭാഷ അതാണെങ്കിൽ ഞാൻ ഹിന്ദുവാണ്. മറ്റതൊരു തരം അറഗൻ്റായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള വളരെ നേരോ ആയിട്ടുള്ളൊരു വീക്ഷണമാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല.
പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അനുഭവം പറയാം, സ്വന്തം ഇതാണ് പറയുക. ഒരുപാട് സാധനം കൊണ്ടൊന്നും അല്ല വീട് വിട്ട് സന്യാസ മാർഗത്ത് പോയത്. ഒരൊറ്റ സർട്ടിഫിക്കറ്റും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എങ്ങനെയോ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എവിടുന്നോ കിട്ടി. അതുകൊണ്ട് ഞാൻ 10ാം ക്ലാസ് പഠിച്ച ആളാണ് ഇപ്പോൾ. അതെങ്ങനെയോ കിട്ടിയത്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സും ഉണ്ടായിരുന്നില്ല. പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ? ഇത്ര പറഞ്ഞാൽ മതിയല്ലോ. ഒരു സർട്ടിഫിക്കറ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷേ 108 ഉപനിഷത്തും ഭഗവത്ഗീതയും ബൈബിളിൻ്റെ പുതിയ നിയമവും മറ്റൊന്നുമില്ലെങ്കിലും കൈവശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീട് വിട്ടത്. ചിലർ വിചാരിക്കും ശിവാനന്ദ ഗുരുസ്വാമി എന്താണ് പറഞ്ഞത്, ഭീകര മുസ്ലിം ഹിന്ദുവാണ്, തീവ്രവാദി ഹിന്ദുവാണെന്നൊക്കെ. ഒരു തീവ്രവാദിയല്ല, 100% ഹിന്ദുവാണ്. ആ ഹിന്ദു മറ്റൊന്നിനെ എതിർക്കുന്നവനല്ല, മറ്റൊന്നിനെ നിന്ദിക്കുന്നവനല്ല, എന്നാൽ മറ്റവനെ തലേ കയറാൻ അനുവദിക്കുന്നവനുമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഹിന്ദുത്വമേ അന്നും ഇന്നും നാളെയും നമ്മൾ പറയൂ. പറഞ്ഞതിനർത്ഥം മനസ്സിലാക്കുക. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും, ഇല്ലാത്തവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മളെ ഊർജം പോകുന്നു മാത്രം. അതുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. സന്തോഷം.